എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് നമ്മൾ വീട്ടിലേക്ക് ഓഫീസിലേക്കൊക്കെ ആവശ്യമുള്ള അടിപൊളി ഒരു പ്രിൻ്ററാണ്. ഇത് കാനൻ്റെ പിക്സിമോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. വലിയ പൈസയൊന്നുമില്ല, ഒരു 3000, 3200, 3500 രൂപ വിലയുള്ളൂ. കളർ പ്രിൻ്ററാണ്, നല്ല അടിപൊളി MG2470 പിക്സിമ. അടിപൊളി ഒരു സാധനമാണ്. ഞാനിത് വാങ്ങിയതാണ്. എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക്, വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ്. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ പ്രിൻ്റ് എടുക്കണോ ആവശ്യങ്ങളോ അങ്ങനെ കണ്ട ആവശ്യങ്ങളോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രിൻ്റ് എടുക്കുക. പിന്നെ ബേസിക്കലി എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10, 25, 30 സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിപ്പോൾ എല്ലാം കൂടി സ്കാൻ ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കടയിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു സ്കാനിങ്ങിന് 10 രൂപ 15 രൂപ അവർ വാങ്ങുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്രയും സ്കാൻ ചെയ്യുന്ന പൈസ നമുക്കൊരു പ്രിൻ്റർ വാങ്ങിക്കാം. അങ്ങനെ ഞാൻ വാങ്ങിച്ച പ്രിൻ്ററായത്. ഇത് അൺബോക്സിംഗ് ആണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ആണ് ഇതൊക്കെ. അതിൻ്റെ കൂടെ CD സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. ലാപ്ടോപ്പ് ഉള്ളതിനെ കൊണ്ട് നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. CD ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഡോക്യുമെൻറ്റുകൾ, ആധാരം, അത് ഇത് അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ നമുക്ക് എന്തും ചെയ്യും. പേപ്പറിൽ വെച്ചിട്ട് കാണാണ്ടാവുന്ന പ്രശ്നമൊന്നും വേണ്ടെങ്കിൽ നമുക്കിത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ലാപ്ടോപ്പിലേക്കൊക്കെ ആക്കിയിടാം. പിന്നെ ഫോണിൻ്റെ ചെയ്തു വെക്കാം. അങ്ങനെയൊക്കെ നമുക്ക് വലിയ ഉപകാരം അതിനെക്കൊണ്ട്. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ ഇങ്ക്, അതായത് നമുക്ക് എത്ര പ്രിൻ്റ് എടുക്കാൻ പറ്റും എന്നുള്ള ഞാൻ എണ്ണിയൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. ഈ ചെറിയ സാധനം കണ്ടില്ല, അതിൻ്റെ കാട്രിഡ്ജാണ്. പിന്നെ അതിൻ്റെ കൂടെയുള്ള കോഡ് വയറാണ്. ഒന്ന് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാനോ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒന്ന് പവർ കോഡാണത്. അപ്പോൾ അതാണ് രണ്ട് കാട്രിഡ്ജാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന് ബ്ലാക്കും ഒന്ന് കളറും. അപ്പം നമുക്കിത് വേണമെങ്കിൽ 740, 745 രണ്ട് കാട്രിഡ്ജാണ്. പിന്നെ അവിടെ മുകളിൽ നിന്ന് താഴത്ത് പേപ്പർ ഇട്ട് കൊടുക്കാം. ഇതാണ് അതിൻ്റെ സ്കാനിങ് ഏരിയ. A4 സൈസ് പേപ്പർ, നല്ല അടിപൊളി ഫുൾ ക്ലാരിറ്റിയിൽ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് പ്രിൻ്റ് വരിക. അതേ സ്ഥലത്തുകൂടിയാണ് വലിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ മൂടി ഒന്ന് താഴോട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ പേപ്പർ പ്രിൻ്റൊക്കെ വരുന്നത് നമുക്ക് അതുവഴിയാണ്. ഇപ്പം ഫസ്റ്റ് നമ്മൾ തുറക്കുമ്പോൾ അവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. അത് 2 കാട്രിഡ്ജ് ഇടുന്ന ആ സ്ഥലമാണത്. അത് ജസ്റ്റ് നമ്മൾ കാട്രിഡ്ജ് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയും ചെയ്തിട്ട് ഒന്നങ്ങ് തള്ളിക്കൊടുത്താൽ അത് മുകളിലോട്ട് കയറി അങ്ങ് ലോക്കാവും. ഇനി നമുക്ക് അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആ കാട്രിഡ്ജിൻ്റെ അടിഭാഗം പിടിച്ച് താഴോട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. എന്നാൽ അത് പൊട്ടി പിന്നെ ഊരിങ്ങ് പോരും അത്. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡൊക്കെയാണ്. അത് നമ്മൾ കൈ കൊണ്ടൊന്നും അങ്ങനെ തൊട്ട് വൃത്തികേടാക്കരുത്. അപ്പോൾ അതങ്ങനെ ഉള്ളിലോട്ട് തള്ളി വെച്ച് കൊടുത്താൽ മതി. അതിന് പക്ഷേ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെയും കളറിൻ്റെ അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കറിന് അനുസരിച്ചാണ് നമ്മൾ ഇടേണ്ടത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അത് കളറൊന്നും കൊണ്ട് ഇടരുത്. 2 കാട്രിഡ്ജിൽ എങ്ങനെ ഇട്ടാലും പോലും 2ൻ്റെ സൈസ് നോക്കണ്ട. ഇനി ഇത് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അത് കയറി നിന്ന് അങ്ങനെ വെക്കുകയും ചെയ്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ അങ്ങ് കയറി ലോക്കായി നിൽക്കും. അത് കണ്ടോ, ലോക്കായി നിന്നുണ്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ ഇട്ട് അടുത്തത് നമുക്ക് ഇതിൻ്റെ അകത്ത് റീഫില്ല് ചെയ്യാം കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പം നല്ല ഒന്നുകൂടെ ഫ്രീ ആയിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാം. പേപ്പറിൻ്റെ പൈസ മാത്രം മുടക്കിയാൽ മതി. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അല്ല ഇത് കറുത്ത കളറാണ്. അപ്പോൾ അതും അങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ആണ് ഫസ്റ്റ് പ്രിൻ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരും. ഞാനിത് പ്രിൻ്റ് ഈ പ്രിൻ്റർ കണക്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് അതിൻ്റെ ഡ്രൈവിൽ CD ഒക്കെ ഇട്ടിട്ട് ഞാൻ CD ഇട്ടിട്ടില്ല. എൻ്റെ ലാപ്ടോപ്പിൽ CD ഇടാൻ പറ്റില്ല. പക്ഷേ ഞാനത് ഓൺലൈനിൽ നിന്ന് എന്തുകൊണ്ട് ചെയ്താൽ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ കത്തുന്നുണ്ടല്ലോ, പച്ച ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പ്രിൻ്റ് പേപ്പർ മുകളിലിട്ട് കഴിഞ്ഞാൽ പ്രിൻ്റ് അടിയിൽ കൂടെ വരും കണ്ട. അപ്പോൾ ഞാൻ പ്രിൻ്റ് വരുന്നുണ്ട് കണ്ട. നമ്മുടെ ഒരു സാധാരണ യൂസേജിന് ഈ ഇത്രയൊക്കെ ക്വാളിറ്റി മതി പ്രിൻ്റ്. നമ്മൾ HD ക്വാളിറ്റി പ്രിൻ്റൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ നല്ല ഹൈടെക് ഷോപ്പിലൊക്കെ പോയിട്ട് പ്രിൻ്റ് എടുക്കണം. ഇനി ഞാൻ ഇത് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ പ്രിൻ്ററിൽ കളർ തീർന്നു കഴിഞ്ഞാൽ എങ്ങനെ രണ്ടാമത് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാമെന്ന്. കാർട്രിഡ്ജിൻ്റെ അകത്ത് അതേപോലത്തെ സൂചി എടുക്കുക, അവിടെ ഒരു തുള കണ്ടില്ലേ, ആ തുളയിൽ നമ്മൾ ചൂടാക്കിയിട്ട് അങ്ങ് താത്തി കൊടുത്താൽ മതി. എന്നാൽ അപ്പോൾ തുളയിങ്ങ് വീഴും. അപ്പോൾ ഇതാണ് അതിൻ്റെ നിറയ്ക്കാനുള്ള നീഡിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ കളറാണ്. ഒരു കാർട്രിഡ്ജിൻ്റെ അകത്ത് ആകെ 6 മില്ലിയാണ് കളറ് കൊള്ളും, നിറയ്ക്കാൻ പറ്റും. 6 മില്ലിക്കടുത്ത് കളറാകുമ്പോൾ ഓരോ കളറിൻ്റെ അകത്തേക്ക് 3 മില്ലി വെച്ചിട്ടേ നിറയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 100 മില്ലി ഉണ്ടെന്ന് വെച്ചോ. 100 മില്ലിയിൽ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ആ കാർട്രിഡ്ജിൻ്റെ നടക്കാം. പിന്നെ ഈ കാർട്രിഡ്ജിൻ്റെ ഈ കളറിനുണ്ടല്ലോ, കളറിന് ഒരു 200 രൂപ 210 രൂപയൊക്കെ ഉള്ളൂ 3 കളറിന്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളൊരു 200-210 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ ചിലവാക്കി നമ്മൾ ഈ ഇങ്ക് നിറയ്ക്കുന്ന റീഫിൽ ചെയ്യുന്നത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക എത്ര പ്രിൻ്റ് വേണേൽ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തോരം കുറഞ്ഞ പൈസയിൽ നിങ്ങൾക്ക് കളർ പ്രിൻ്റ് വീട്ടിലെടുക്കാൻ പറ്റുന്നു. ഈ സംഭവം എന്ന് വെച്ചാൽ അത് റീഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ റീഫില്ല് ചെയ്തിട്ട് ഓവർ ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് സിറിഞ്ച് വെച്ചിട്ട് അടിയിൽ കൂടെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റ് നോക്കണം. പല സൈസ് ഉണ്ട്, 2 സൈസ് ഉണ്ട്. ഒന്ന് ബ്ലാക്കിനും കളറിനും 2 ബ്ലാക്കിനും കുറച്ച് വലിപ്പമുള്ള. അപ്പോൾ അത് അവിടെ സെറ്റ് ആവില്ല. അപ്പോൾ അത് സെറ്റാണ്. അത് എന്നിട്ട് അതിൻ്റെ ഒരു ഹോൾഡറിൽ വിടണം. അപ്പോൾ അതിൻ്റെ കുയ്യ് കണ്ടില്ല, അത് ഒരേപോലത്തെ കുയ്യുള്ളത് എടുക്കുക. എന്നിട്ട് ആ സിറിഞ്ചാണ് ഇപ്പോൾ 3 കളറാണെങ്കിൽ 3 വേറെ വേറെ സിറിഞ്ച് നമ്മൾ ഉപയോഗിക്കണം. മിക്സ് ചെയ്യരുത്. എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് വെച്ചാലും മതി. ഒരിക്കൽ ഉപയോഗിച്ചിട്ട് ഒന്നും ആയി പോവില്ല. അപ്പം അങ്ങനെ ഇടാം. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ഞാൻ പൊത്തിപ്പിടിച്ച്. അപ്പം ഞാനിങ്ങനെ കവർ പൊളിക്കാണ്ട് സൂചി ഉള്ളിലോട്ട് കടത്തിയിട്ട് ഞാൻ അതിലേക്ക് മഷി അതിൽ ഇങ്ക് ഉണ്ടല്ലോ വലിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം നമുക്ക് അതുവഴി നമുക്ക് ഫില്ല് ചെയ്യണം. കണ്ടതിൽ ഓൾറെഡി ഞാൻ വലിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ മെല്ലെ സൂചി താത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പോഞ്ചാണ്. അപ്പോൾ ആ സ്പോഞ്ചിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യുന്നത്. പതിയെ ചെയ്യാം, ഇല്ലെങ്കിൽ ഓവർഫ്ലോ ആയിട്ടും പോരും. അങ്ങനെ പതിയെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ അടിയിൽ കൂടെ ഇങ്ങനെ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വലിക്കൊന്നും വേണ്ട. ഒരു 10-15 മിനിറ്റ് ഫില്ല് ചെയ്തിട്ട് നിലത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതുപോലെ ഓവർ ഫില്ലായി എന്നൊക്കെ തോന്നുന്നൊക്കെ ഉണ്ടെങ്കിൽ ആ റബ്ബർ കൃത്യമായിട്ട് അതിന് കണക്കാക്കിയിട്ടുള്ള റബ്ബർ അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വലിച്ചെടുക്കുന്നതെന്ന്. എന്നിട്ട് സിറിഞ്ച് അത് എൻ്റെ പിന്നി നീഡിൽ ഊരിയെടുത്ത് കളി. അപ്പോൾ നമുക്കതിന് പറ്റുന്ന സാധനം എടുക്കുക, ആ റബ്ബർ, എന്നിട്ട് അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് കൃത്യമായിട്ട് അവിടെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്ത് താഴോട്ട് പിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തൂടെ എയർ കയറി വരും. അപ്പോൾ സിറിഞ്ചിലോട്ട് കിട്ടൂല. അങ്ങനെ വെക്കുക, തൊള്ളയിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ സിറിഞ്ച് വലിക്കും പോലെ വലിക്കാം. അപ്പോൾ ഞാൻ കുറച്ചേ ഫില്ല് ചെയ്തുള്ളൂ, അതിനെക്കൊണ്ട് കുറച്ചേ വരൂ. എന്നിട്ട് ഇത് വലിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വലിച്ചു വരുമ്പോൾ കാണിക്കും എത്ര വരുന്നു. കുറച്ചേ വരും, കാരണം ഞാൻ കുറച്ചേ ഫില്ല് ചെയ്തുള്ളൂ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് 8 മില്ലിയൊക്കെ ഫില്ല് ചെയ്യാം കേട്ടോ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കാർട്രിഡ്ജിൽ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് നല്ല ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ പ്രിൻ്ററിൽ ഇട്ടിട്ട് പ്രിൻ്റ് എടുത്ത് കാണിക്കാം. പക്ഷേ പ്രിൻ്ററിൽ എടുത്താൽ പ്രിൻറ്റിന് ക്വാളിറ്റി ഇല്ല. കാരണം വെച്ചാൽ നേരത്തെ സ്കാൻ ചെയ്ത ഒരു പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ്. അതുകൊണ്ടാണ് അത്ര പ്രിൻ്റ് ക്വാളിറ്റി ഇല്ലാത്തത്. നല്ല രീതിയിൽ സ്കാൻ ചെയ്താണെങ്കിൽ നല്ല രീതിയിൽ പ്രിൻ്റ് വരും.
എന്നിട്ട് നമ്മൾ പൊളിച്ച് കഴിഞ്ഞ സ്റ്റിക്കറൊക്കെ നമുക്ക് വീണ്ടും ഒട്ടിച്ചു കൊടുക്കാം. അതിന് പ്രിൻ്ററിലിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാം. സിറിഞ്ചൊക്കെ എന്നിട്ട് കഴുകി സൂക്ഷിച്ച് വെച്ചാൽ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.